രാഹുൽ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമ്മൾ നേരെ കർണാടകയിലെ ഷിരൂരിലേക്ക് പോവുകയാണ്. അവിടെ ദിവസങ്ങളായി നമ്മുടെ മലയാളിയായ ലോറി ഡ്രൈവർ അർജുനായിട്ടുള്ള തിരച്ചിൽ അത് തുടരുകയാണ്. ഇന്നാണ് പോസിറ്റീവ് എന്ന് പറയാനാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ എങ്ങുമെത്താത്ത തിരച്ചിലിൽ ഒരു സൂചന ലഭിച്ചത് ഇന്ന് മാത്രമാണ്. എന്നാൽ ആ ലോറി കണ്ടെത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായാണ് ആ ലോറി ഉള്ളത്. രക്ഷാദൌത്യം തുടരുമെന്നും നാളെയോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സേൽ ഇന്ന് പറയുകയും ചെയ്തു. ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുന്റേത് എന്ന് കാർവാർ SP നാരായണ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 9 ദിവസം നീണ്ട കാത്തിരിപ്പ്. ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ മലയിടിഞ്ഞു വീണ മണ്ണിനടിയിൽ അർജുന്റെ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തി. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ ലോറിയുടെ സ്ഥാനം സ്ഥിരീകരിച്ചു. ഗംഗാവാലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായാണ് ലോറിയുള്ളത്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ലോറിയുടെ അടുത്തേക്കെത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ മഴയും പുഴയിലെ കുത്തൊഴുക്കും തിരിച്ചടിയായി. ലോറി ലോക്ക് ചെയ്ത ശേഷം കരയിലെത്തിക്കാനുള്ള തീവ്രശ്രമം തുടരുന്നു. ഡ്രോൺ പരിശോധനയ്ക്കായി റിട്ടയർഡ് ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്കോലയിലെത്തി. രക്ഷാദൌത്യം നാളെയോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. It is nothing but within 30 meters we will find out our result. As of now, what we are saying. Tomorrow, I request you people, because of it is landmass radar with drone, heavy drone. Okay, drone is reaching tomorrow by 9:38. Konkan railway station, Karwar. ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ ലോറി അർജുന്റേത് തന്നെയെന്ന് കാർവാർ SP നാരായണ സ്ഥിരീകരിച്ചു. തലകീഴായാണ് ലോറി കിടക്കുന്നത്. നാളെ ലോറിക്കടുത്തേക്ക് എത്താനാകുമെന്നും കാർവാർ SP 24നോട്. Already we have the coordinates where lorry of the Arjun is drifted. We have some satellite images from Navy and we have some coordinates that we already pinpointed them and we marked them. The lorry is upside down so that tomorrow Navy divers after this drone is identified everything. രാവിലെ 11 മണിയോടെ ആഴത്തിൽ തെരച്ചിൽ നടത്താൻ കഴിയുന്ന സാനി എക്സ്കവേറ്റർ അപകടമേഖലയിൽ എത്തിച്ചു. സോണാറിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിൽ ലോറിയുണ്ടെന്ന് സൂചന ലഭിച്ച 10 മീറ്റർ പരിധിയിലാണ് മണ്ണുമാറ്റി തെരച്ചിൽ നടത്തിയത്. രാവിലെ നേവിയും NDRFും പുഴയിൽ ബോട്ട് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി. 11 മണിയോടെ പുഴയുടെ ആഴത്തിൽ തിരയാൻ സാനി എക്സ്കവേറ്റർ ഷിരൂരിലെത്തിച്ചു. ടീം 24 ഷിരൂർ. ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ കണ്ടെത്താൻ സൈന്യം പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അർജുൻ ലോറിയുടെ ക്യാബിനിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായാണ് ആദ്യ പരിഗണന കൊടുക്കുക. മണ്ണ് നീക്കം വേഗത്തിലാക്കാൻ നാളെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്യും. 9ാം നാൾ ഗംഗാവാലിപ്പുഴയിൽ നിന്നുയരുന്നത് പ്രതീക്ഷയുടെ സൂചനകൾ. രക്ഷാദൌത്യത്തിന്റെ 10ാം നാളായ നാളെ നിർണായകമാണ്. ദൌത്യത്തിന് കരസേനയും നാവികസേനയും പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. മുങ്ങൽ വിദഗ്ധരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന. പിന്നീടാകും ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം. ലോറി കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ദ്രുതഗതിയിലാക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കും. പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബായരെ ഗൌഡ സ്ഥിരീകരിച്ചു. പിന്നാലെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും നിമിഷങ്ങൾ. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെത്തിയെങ്കിലും പുഴയിലെ അടിയൊഴുക്കും ജലനിരപ്പുയർന്നതും വെല്ലുവിളിയായി. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നാളെ പുഴയിലിറങ്ങി ലോറിയുടെ ക്യാബിൻ തുറന്ന് പരിശോധിക്കും. കാലാവസ്ഥ അനുസരിച്ച് ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്ത് അന്തിമ പ്ലാൻ നടപ്പിലാക്കാനാണ് തീരുമാനം. ടീം 24 ഷിരൂർ. എന്തായാലും പ്രവിധ, എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളൊന്നുമല്ല, മറിച്ച് മറ്റൊരിടത്ത്, അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ, അതായത് മൺകൂനയ്ക്കും നദിക്കും ഇടയിലുള്ളൊരു പ്ലേസിലാണ് ഈ വാഹനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത് ക്രൂഷ്യലാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ സംഭവിച്ചില്ല എന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നും ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. എന്തായാലും നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം നടക്കാൻ പോകുന്നത്, ഏറ്റവും ശ്രമകരമായ ദൗത്യം നാളെയാണ് നടക്കാൻ പോവുക. കാരണം ഇത്രയും വലിയൊരു വാഹനം
വെള്ളത്തിനടിയിൽ നിന്നും പൊക്കിക്കൊണ്ടുവരിക എന്ന് ചെളി പറയുന്നത് നിറഞ്ഞു കിടക്കുന്ന പിന്നെ പ്രദേശമാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ആ ചെളി നീക്കം ചെയ്തിട്ട് വേണം ഡൈവേഴ്സിന് അതും ഈ വാഹനം തെന്നി പോകാൻ നല്ല ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഡൈവേഴ്സിന് അവിടെ ഹുക്ക് ഘടിപ്പിക്കാൻ പറ്റണം, എന്നിട്ട് ലോറി ലോക്ക് ചെയ്യാൻ പറ്റണം, അവിടെ നിന്ന് അത് ഉയർത്താൻ പറ്റണം. അത് ഇത്രയും ചെളി അടിയൊഴുക്കുള്ള നീക്കം സമയത്ത് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനെന്നുള്ളതാണ്. അത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ വലിയ പ്രതീക്ഷയാണ് അവിടുത്തെ MLA യും ഒപ്പം SP യും നമ്മോട് പങ്കുവച്ചത്. നാളെ തന്നെ ദൗത്യം പൂർത്തിയാക്കാനാകുമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് തത്സമയം നമ്മുടെ പ്രതിനിധി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് നമുക്കൊരു ആശ്വാസ ദിനമെന്ന് മൊത്തമായി പറയാൻ പറ്റില്ലെങ്കിലും ആ കൃത്യമായി നമ്മൾ ഇത്രയും നാൾ എവിടെയാണ് ലോറി, എവിടെയാണ് ഈ വാഹനം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ ദിവസമാണ്. ഏറ്റവും കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ദിവസം, ദൗത്യത്തിന്റെ ഒരു ദിവസം, അതിലൊരു ഫലം കാണുന്നു, കൃത്യമായി ഇത് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നാളെ ഒരു ദിവസം കൊണ്ട്, വൈകുന്നേരം കൊണ്ട് നമുക്ക് ഈ വാഹനം പുറത്തേക്ക് വലിച്ചെടുത്ത് ഉയർത്തണം. ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന ചോദ്യം, ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, അതിനുള്ള ഉത്തരം കിട്ടണം. അപ്പോൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നു, ഒപ്പം എത്രമാത്രം ശ്രമകരമായിരിക്കും ഇനിയത്തെ ദൗത്യം? പ്രജിൻ, പ്രവിത, ഇന്ന് ശ്രമകരമായ ദൗത്യമായിരുന്നു, ദുഷ്കരമായ ദൗത്യമായിരുന്നു. ഇടവിട്ട് ശക്തമായി പെയ്യുന്ന മഴ, ശക്തമായ കാറ്റ്, ഒപ്പം പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നൊരു സാഹചര്യം, ശക്തമായ അടിയൊഴുക്ക്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇത് ഒരു സംഗമ കേന്ദ്രം കൂടിയാണ്, ഒരു അഴിമുഖമാണ്. അതായത് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഗോകർണം ബീച്ചാണ്. ആ ബീച്ചും കടലും പുഴയും സംഗമിക്കുന്നു, ഗംഗാവലി നദിയും സംഗമിക്കുന്ന ഒരു സംഗമ കേന്ദ്രത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. അത്രത്തോളം വീതിയുള്ള ഒരു പുഴയാണ്. 500 മീറ്ററിലധികം വീതിയാണ് ഈ അപകടം നടന്ന പ്രദേശത്ത് പുഴയ്ക്ക് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 250 മീറ്റർ അകലെ, അതായത് കരയിൽ നിന്ന് 250 മീറ്റർ അകലെയുള്ള ആ രൂപപ്പെട്ട തുരുത്തിൽ, ശിരൂർ കുന്ന് ഒന്നാകെ ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണ് പുഴ തൂർന്നപ്പോൾ അവിടെ രൂപപ്പെട്ട ആ തുരുത്തിനും ഈ കരയ്ക്കും ഇടയിലാണ് ഈ ലോറി, അതായത് അർജുൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന ആ ടാങ്കർ ലോറി, അർജുൻ ഉപയോഗിച്ച ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്, ഭാരത് ബെൻസിന്റെ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. അത് തലകീഴായ നിലയിൽ അവിടെ മണ്ണിൽ നിൽക്കുന്നുവെന്നാണ് ഒടുവിൽ വിദഗ്ധരുൾപ്പെടെയുള്ള സംഘം പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത്. ഞാൻ 6 മണിയോടെ ആ പ്രദേശത്തേക്ക്, ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ സാനി എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടന്നിരുന്നു. അതിനുശേഷം ക്രെയിൻ എത്തിച്ചു. ഈ ക്രെയിനും അതുപോലെ തന്നെ ഈ യന്ത്രക്കയ്യും അവിടെ നിന്ന് വൈകുന്നേരത്തോടു കൂടി മാറ്റി. ശക്തമായ മഴയും അടിയൊഴുക്കും ഒപ്പം വെളിച്ചമില്ലായ്മയും പ്രധാന പ്രശ്നമായി നിലകൊണ്ടു. രാത്രി 11 മണിവരെ ഈ വാഹനം പുറത്തെത്തിക്കാനുള്ള, അല്ലെങ്കിൽ ആ ക്യാബിനിൽ നിന്ന് അർജുനുണ്ടെങ്കിൽ അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ 7 മണിയോടുകൂടി ഈ ദൗത്യം ഇന്നത്തേക്ക് താൽക്കാലികമായി ഉപേക്ഷിച്ചു. ഇനി വീണ്ടും നാളെ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ ഇവിടെ എത്തി. വൈകുന്നേരത്തോടുകൂടി ഇന്ദ്രപാൽ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഡൽഹിയിൽ നിന്നെത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വിശദമായ യോഗം, ഈ ദൗത്യസംഘത്തിൽപ്പെട്ട പ്രധാന ഉദ്യോഗസ്ഥരുടെ വിശദമായ യോഗം ചേർന്നു. ഇനി നാളെ എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യോഗമാണ് ചേർന്നത്. മാത്രമല്ല, ഇന്ന് രാത്രിയോടുകൂടി, നാളെ പുലർച്ചയോടുകൂടി കൂടുതൽ ആധുനിക യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കുക. കാലാവസ്ഥ അനുകൂലമെങ്കിൽ നാളെ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിക്കുക. ഈ തെരച്ചിൽ എന്ന് പറയുന്നത് ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ. അർജുന ക്യാബിനിലുണ്ടെങ്കിൽ ആദ്യ പരിഗണന, പ്രഥമ പരിഗണന അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ്. അക്കാര്യമാണ് ഇന്ത്യൻ ആർമി അവസാനമായി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ലോറി പുറത്തേക്ക് പൊക്കുക, അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ശ്രമകരമായ ദൗത്യമാണ്. ഇപ്പോൾ ഏറെ നിർണായകമായത് ഈ 60 മീറ്റർ നീളമുള്ള ബൂം അത് എത്തിച്ചുള്ള തിരച്ചിൽ തന്നെയാണ്. മാത്രമല്ല, സോണാർ വെച്ചുള്ള പരിശോധന, റഡാർ പരിശോധന എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ സ്ഥലം സ്പോട്ട് ചെയ്യാൻ പറ്റിയത്. അത്യാധുനിക ഉപകരണങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു അഭാവം നമ്മുടെ ഈ തിരച്ചിലിനെ ബാധിച്ചിരുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നാളെ ഇപ്പോൾ മലയാളിയായ മുൻ സൈനികൻ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്? ഈ ചെളി മാറ്റണം, മണ്ണ് മാറ്റണം, അത് എങ്ങനെ, എത്രത്തോളം ശ്രമകരമാകും? അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ എത്തിക്കുന്ന ഉപകരണങ്ങൾക്കപ്പുറം മറ്റെന്തൊക്കെയാകും ഇവിടെ ഉണ്ടാവുക?
പ്രവിധ പ്രത്യേകിച്ച് നാളെ വിദഗ്ധമായ ഒരു പരിശോധന നടത്തണം, ചിത്രങ്ങൾ ശേഖരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ഇതിനപ്പുറം ഈ നദിക്കടിയിലേക്ക് ഉള്ള മണ്ണ് അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. അത്രത്തോളം മണ്ണ് കുന്നിടിഞ്ഞ് ആ നദിക്കടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തുരുത്തൊക്കെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കരയിൽ നിന്ന് 250 മീറ്റർ അകലെ ഈ പുഴയുടെ നടുഭാഗത്തെ തുരുത്തൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം മണ്ണിപ്പോൾ ആ നദിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ല അടിയൊഴുക്കുള്ള, നല്ല താഴ്ചയുള്ള നദിയാണ് ഗംഗാവലി. ഒപ്പം ഈ അഴിമുഖത്തിൻ്റെ ഒരു തുടക്കപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിച്ചേരുക, ഈ മുങ്ങൽ വിദഗ്ധർ എത്തിച്ചേരുക എന്നത് വളരെയേറെ പ്രയാസകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനുള്ള എല്ലാവിധത്തിലുള്ള യന്ത്രസാമഗ്രികളും എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ പുലർച്ചയോടുകൂടി ഈ യന്ത്രങ്ങൾ അവിടെ എത്തിക്കും. ഇന്ന് രാത്രിയിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള യോഗം ചേർന്നു. വിശദമായ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായി. എ എന്നും ബി എന്നും പേരിൽ 2 പദ്ധതികൾ, മാസ്റ്റർ പ്ലാനുകൾ ഇതിനായി തയ്യാറാക്കി. ആദ്യം അർജുനെ പുറത്തെത്തിക്കണം, അതിനുശേഷം ഈ ലോറി പൊക്കണം. ലോറി ഇപ്പോൾ നിലവിൽ ലോക്ക് ചെയ്തു വെക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രദമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഈ അടിയൊഴുക്കും ഒപ്പം മണ്ണും. ഇന്നിപ്പോൾ ശക്തമായ മഴ പ്രദേശത്തുണ്ടായിരുന്നു, ശക്തമായ കാറ്റുണ്ടായിരുന്നു. ബോട്ടിൽ പോലും ഈ നദിയിലൂടെ ഇതിനടുത്തേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പലതവണ നാവികസേനയും NDRFും ആർമിയും ഒക്കെ ബോട്ടിൽ അവിടേക്ക് ഇറങ്ങിയെങ്കിലും പകുതി വെച്ച് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നാളെ ഉച്ചയോടുകൂടി ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി കണക്കാക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി അർജുൻ പുറത്തെത്തും. അതിന് മുന്നോടിയായുള്ള യന്ത്രങ്ങൾ, അതായത് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഈ ചിത്രങ്ങൾ ശേഖരിക്കാനും ഈ യന്ത്രം, അതായത് ഈ ലോറി ലോക്ക് ചെയ്യാനും ഈ ലോറിയെ പൊക്കിയെടുക്കാനും ഒക്കെയുള്ള യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കും. ഒപ്പം ഈ ടീമിന്, അതായത് മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയുള്ള ടീമിന് എളുപ്പത്തിൽ ഈ വാഹനത്തിനടുത്തേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. പ്രവിധ പ്രജിൻ. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഈ അപകടത്തിന്റെ അതിന്റെ ആഴം, അതിന്റെ ഗൗരവം, അതിന്റെ വ്യാപ്തി, അതെല്ലാം പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ അധികൃതർ ഇത്രയും മാത്രം ഈ കാര്യത്തിൽ ഇടപെടാൻ കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടർമാർ അവിടെ പോയി അത് തത്സമയം റിപ്പോർട്ട് ചെയ്യപ്പോൾ മാത്രമാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കണ്ടോ, അവിടെ വലിയ പേമാരിയും കൊടുങ്കാറ്റും ഒക്കെ ഉള്ള സമയത്ത് പോലും ദൃശ്യങ്ങൾ ഇടപെടാതെ നൽകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതൊരു സാധാരണ അപകടമായി എല്ലാവരും അങ്ങ് എഴുതിത്തള്ളുമായിരുന്നു. അർജുൻ മാത്രമല്ല, അവിടെ കാണാതായ നിരവധി ആളുകളുണ്ട്. അവരെക്കുറിച്ച് അന്വേഷണം വന്നിട്ടുണ്ട്, അവരെക്കുറിച്ചും അന്വേഷിക്കണം, അത്തരം വാഹനങ്ങൾ അന്വേഷിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം വന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ്. ശരിക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളെല്ലാവരും, ഒരുപക്ഷെ അരുണും ഒപ്പം ഹാഷ്മി, അരുൺ പൂപ്രാമ്പ് എല്ലാവരും അവിടെ ഉണ്ട്. ഒപ്പം ക്യാമറ ടീംസും നമ്മുടെ ഡ്രൈവേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നു, ഒരു ബ്രീഫിങ്ങോ കാര്യങ്ങളോ ഒന്നും നടക്കാത്തപ്പോഴാണ് കൃത്യമായി നമ്മൾ എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പ്രേക്ഷകരെ ധരിപ്പിക്കുന്നത്. അപ്പോൾ മലയാളികൾ ഇപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും പുറംലോകം അറിയുമായിരുന്നില്ല കാര്യം. ഇനി അറിയേണ്ടത് ഈ പ്രഷർ എത്രമാത്രം ഉണ്ട് എന്ന കാര്യം സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ എക്യുപ്മെന്റ്സ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിൽ പോലും എത്തിക്കുന്നത്. നാളെ കൊണ്ടുവരുന്ന ഈ വലിയ യന്ത്രങ്ങൾ, ആ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം പോരാ, ഈ അടിയൊഴുക്കിനെ അതിജീവിച്ചത് താഴെ എത്തി ഈ ലോറിയുമായി ഇത് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഈ ഡൈവേഴ്സ് മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ? പ്രജിൻ, പ്രധാനമായും ഇന്നത്തെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ ഈ അർജുനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അത് എ എന്ന രീതിയിൽ ഒരു പ്ലാനായി ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ നാവികസേനയും NDRFും ഒക്കെ ഒരു പദ്ധതി, ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ബി എന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ളത്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നതും അക്കാര്യത്തിനായിരിക്കും. കാരണം ഈ സമീപവാസികളിൽ നിന്ന്, പ്രദേശവാസികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് 2 മാസത്തോളം ഇടതടവില്ലാതെ തുടർച്ചയായി പെയ്യുന്ന മഴ, ശക്തമായ കാറ്റ്, അതൊക്കെ ഈ നദിയിലെ അടിയൊഴുക്കിനെ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്, അടിയൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഒപ്പം ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ കാറ്റും മഴയുമൊക്കെ ആ സമയത്ത് തെരച്ചിലിനെയും ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ദൗത്യത്തെയും ബാധിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രജിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയാള മാധ്യമങ്ങൾ എത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ഒരു ഭീകരാവസ്ഥ, ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പുറം ലോകം അറിഞ്ഞതെന്ന് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നൊരു ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് ഈ ശിരൂർ കുന്ന് മാത്രമല്ല പ്രജിൻ, അതിന് തൊട്ടപ്പുറത്ത് ഈ പുഴയുടെ, അതായത് 500 മീറ്റർ അകലെ പുഴയുടെ മറുകരയിൽ അങ്കോല താലൂക്കിൽ ഒളവറ എന്നൊരു ഗ്രാമപ്രദേശമുണ്ട്. ഈ കാർഷിക കുടുംബങ്ങൾ താമസിക്കുന്ന ഈ നിലക്കടലയും അതുപോലെ തന്നെ നെല്ലുമൊക്കെ കൃഷി ചെയ്തുകൊണ്ട് മൃഗങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് അങ്ങനെ ഉപജീവനം കഴിക്കുന്ന, ചെറിയ ചെറിയ കൂരകളിൽ ഉപജീവനം കഴിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ 30ഓളം വീടുകൾക്ക് കേടുപാടുകളുണ്ടായി. 10ഓളം വീടുകൾ പൂർണ്ണമായും ഒലിച്ചുപോയ ഒരു കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുക. ഈ തെങ്ങൊക്കെ, വലിയ തെങ്ങൊക്കെ നടുകെ അതായത് വെട്ടിമാറ്റിയ പോലെ ചെത്തിപ്പോയ ഒരു അവസ്ഥയാണ് ആ പ്രദേശത്തുള്ളത്. അത്രത്തോളം സമ്മർദ്ദം ഈ മലയിടിച്ചലിന് ഉണ്ടായി. ഈ വെള്ളം പുറത്തേക്ക് തെറിച്ചു. ആ ചീറ്റിത്തെറിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം കൊണ്ടാണ്, ശക്തി കൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചു മാറ്റിയ പോലെ വീണ് ഒലിച്ചു പോകുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായത്. പല വീടുകളും അടിത്തറ ഉൾപ്പെടെ, അതായത് വീടിൻ്റെ അടിത്തറ മാത്രം ബാക്കി വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ ഭാഗങ്ങളും ഒലിച്ചുപോയൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇത്രത്തോളം ഭീകരാവസ്ഥ, ഇത്രത്തോളം അപകടത്തിൻ്റെ ഒരു വ്യാപ്തി പുറം ലോകത്തെറിഞ്ഞത് ഈ മലയാള മാധ്യമപ്രവർത്തകർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നാളത്തെ ഈ ഒരു കാര്യം, അതായത് നാളത്തെ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കേണ്ടതിന് കൂടുതൽ യന്ത്രങ്ങൾ, ആധുനികമായ യന്ത്രങ്ങൾ, ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ആ യന്ത്രങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തും. രാത്രി പരിശോധന ഇന്ന് എന്തായാലും ഇല്ല, രാത്രിയോടുകൂടി യന്ത്രങ്ങൾ എത്തും. അതിനാണ് ഇന്ന് രാത്രിയുള്ള പ്രധാനമായ ഒരു പ്രവർത്തനമായി നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കും, അതായത് ഈ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പുഴയിലിറങ്ങുക, മുങ്ങൽ വിദഗ്ധരെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒപ്പം യന്ത്രങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അറിയാൻ സാധിച്ചത് യന്ത്രങ്ങളെ കൊണ്ട് ഇത് ലോക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം കുറച്ച് അകലെയാണ്, ഈ പുഴയിൽ നിന്ന് കുറച്ച് അകലെയാണ്. ഈ 250 മീറ്ററിന് ഇടയിലാണ് ഈ ഒരു ലോറി ഉള്ളത്. അത് തലകീഴായി കിടക്കുകയാണ്. അത് എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെ ലോക്ക് ചെയ്യണം എന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ആളുകൾ, മുങ്ങൽ വിദഗ്ധർ ഈ വെള്ളത്തിനടിയിലേക്ക് പോയേ മതിയാവൂ. എന്നാൽ മാത്രമേ ഈ ലോറിയുടെ കൃത്യമായൊരു സിസ്റ്റം മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. നാളെ ഉച്ചയോടുകൂടി നമുക്ക് ആ ശുഭപ്രതീക്ഷ, ആ വിവരം, നമ്മളേവരും ദിവസങ്ങളായി കാത്തിരുന്ന 9 ദിവസമായി ഇന്നേക്ക്, നാളേക്ക് 10ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം കാത്തിരുന്ന ആ ഒരു വിവരം പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, പ്രവിത. ശരി, അരുൺ പാറക്കലാണ് ഷിരൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. അരുൺ ഉൾപ്പെടെ നമ്മുടെ മറ്റ് റിപ്പോർട്ടേഴ്സും ഒക്കെ രാവിലെ മുതൽ ഷിരൂരിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് തന്നെയാണ്. 6:30 തുടങ്ങിയ ലൈവാണ് നമ്മളിപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്തായാലും അവരുടെ കാര്യവും പറയേണ്ടതുണ്ട്. മാത്രമല്ല നാളെ മാധ്യമങ്ങളോട് ഈ ഇടത്തേക്ക് വരരുത് എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കാരണം അവരുടെ എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സുമായിട്ടുള്ള ഒരു ക്ലാഷ് ഒന്നും വരാതിരിക്കാനാണ് പ്രത്യേകമായിട്ടും. അപ്പോൾ അത് ഒന്ന്. പിന്നെ അവർക്ക് കൂടുതൽ വിപുലമായ രീതിയിൽ അവരുടെ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ, അതായത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് നാളെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഈ MLA തന്നെ അവരെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഇത്രയും ദിവസം അങ്ങനെ ഒരു അപ്ഡേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ വിവരങ്ങൾ ശേഖരിച്ചത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവിടുത്തെ MLA-യും ഒപ്പം SP-യും എല്ലാം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിവരിച്ചത്. നമ്മുടെ MLA-മാരും അവിടെ ഉണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരം MLA അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്ന് സച്ചിൻ ദേവ് MLA ഉണ്ട്. അങ്ങനെ നമ്മുടെ മലയാളികളുടെ ഒരു സംഘവും അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ സംഘം മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ MLA തന്നെ വൈകിട്ട് നമ്മളെ അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ അവിടെ ഉണ്ടായത് വലിയ പേമാരിയാണ്, വലിയ പെയ്ത്താണ്, കൊടുങ്കാറ്റ്, ശക്തമായ കാറ്റ് വീശുമ്പോൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനും ഈ ക്യാമറ വെക്കാനൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ചിന്തിക്കേണ്ട മറുഭാഗമുണ്ട്. അത്രയും സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് അത്രയും ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ ആ നദിയിൽ നടത്തുന്ന തെരച്ചിൽ,
അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ, എത്രമാത്രം റിസ്കിയാണ് റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതെല്ലാം അവഗണിച്ചാണ് നമ്മുടെ ആർമി ടീമും NDRF ടീമും നാവിക സേന ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഒരുപോലെ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നാളെ കൂടുതൽ സംവിധാനങ്ങൾ വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്ത, ആ വാഹനം പുറത്തേക്ക് എത്തിക്കുന്നു, അതിൻ്റെ ക്യാബിനിൽ അർജുൻ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം നാളെ ലഭിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷിക്കാം. ഒരുപാട് പ്രേക്ഷകർ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന കാര്യം എന്താണ്, ഏത് രീതിയിലുള്ള ഓപ്പറേഷനാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതാ റൊണാൾഡോ 7 എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വരുന്ന കമൻറ്റ് പോലെ അർജുൻ നാളെ വരും എന്ന് ഒരു പ്രതീക്ഷ റൊണാൾഡോ 7 പങ്കുവെക്കുന്നു. അങ്ങനെ ഒരുപാട് പേർ അത്തരം പ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ഉമ്മർ നൌഷാദ് പറയുന്നു, ഈ രീതിയിൽ മാധ്യമങ്ങൾ ഒരുപാട് തവണ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ വാർത്തകൾ അറിഞ്ഞതെന്ന് പറയുന്നു. പിന്നെ സാക്കി എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്ന് വരുന്നു, ട്രക്ക് ചെരിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്, അതിലുള്ള ഡാറ്റ അനലൈസ് ചെയ്ത വിശദാംശങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി ഈ ബറീഡ് ആയിട്ടുള്ള, അതായത് നദിയിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ താഴ്ന്നു പോയ സാധനങ്ങൾ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രോൺ സംവിധാനങ്ങളുണ്ട് നമുക്ക്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ അധികൃതർ എത്തിയിരിക്കുന്നത്. നാളെ വരാൻ പോകുന്നതും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഉപകരണങ്ങളാണ്. കൃത്യമായി സ്പോട്ട് ചെയ്ത് അത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഭാഗം ഏതാണ്, അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡ്രോൺ സംവിധാനങ്ങൾ. ഒരു ഡ്രോൺ സ്റ്റേഷൻ തന്നെ നാളെ ഇവിടെ രൂപീകരിക്കാൻ പോവുകയാണ് എന്നാണ് SP ഇന്ന് അറിയിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ അവിടെ ഉണ്ടാകാൻ പാടില്ല, പ്രത്യേക ഡ്രോണുകൾ പറത്താൻ അനുവദിക്കുന്നതല്ല, അത്തരം ഡ്രോണുകൾ പറത്തി കഴിഞ്ഞാൽ കേസെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു ദിവസം അത് എനിക്ക് തോന്നുന്നു ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ ദിനം അത് നാളെയാണ്. അപർണ പറയുന്നതിൽ ഇപ്പോൾ കൊണ്ടുവന്ന യന്ത്രം ആദ്യമേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ആ ചേട്ടൻ വീട്ടിലിരുന്നേനെ എന്ന് നമുക്ക് അറിയില്ല. പ്രത്യേകിച്ച് കണ്ടെത്താനായി ശരിയാണ്, ആദ്യമേ ഇത്തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നതിൽ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത ലോറി പണ്ടേ പുറത്തെടുക്കാൻ സാധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. കാലാവസ്ഥയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ ശക്തമായ മഴയുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. വടക്കൻ കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടി മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ മഴ പെയ്യുന്ന ഇടങ്ങളിലൊക്കെയും മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്. ചെറുതുരുത്തിയിൽ കൂറ്റൻ മരം വീടിന് മുകളിലേക്ക് വീണ ഗർഭിണിക്ക് പരിക്കേറ്റു. മലപ്പുറത്തും വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു. ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട് പല മേഖലകളിലും. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് കുളമ്പിൽ പടിഞ്ഞാക്കര അൻസാറിന്റെ ഭാര്യ മുബഷീറയ്ക്കാണ് മരം വീണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 12 മണിയോടെയുണ്ടായ കാറ്റിലും മഴയിലും വീടിന്റെ പുറകുവശത്തു നിന്ന കൂറ്റൻ മരം കടപുഴകി വീഴുകയായിരുന്നു. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന മുബഷീറയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന 3 വയസ്സുള്ള കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുബഷീറയെ വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം വേങ്ങര കുന്നുപുറത്ത് റോഡിലേക്ക് മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മലപ്പുറം കാളമ്പടി MSP സ്കൂളിന് സമീപം ശക്തമായ കാറ്റിൽ തേക്കുമരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കാളമ്പടി സ്വദേശി ഉസ്മാൻ എന്ന ആളുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. പടപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ടിൽ ചെട്ടിപ്പറമ്പ് മാർക്കറ്റിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടങ്ങളിലും കനത്ത കാറ്റിൽ വൈദ്യുതി വിതരണം തകരാറിലായി. 24 മലപ്പുറം. അപ്പോൾ എന്തായാലും വടക്കൻ കേരളത്തിൽ നാളെയും ശക്തമായ മഴ പ്രതീക്ഷിക്കാം. 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ ഇന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഒരു അപകട വാർത്തയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ. നമുക്ക് പ്രേക്ഷകർക്കും അതറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് ഇത്തരം നമ്മൾ അലോസരപ്പെടുത്തുന്ന, നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നേപ്പാളിൽ നിന്നാണ് ഇന്നത്തെ ഈ വാർത്ത. കാഠ്മണ്ഡുവിൽ ടേക്ക് ഓഫിനിടെ വിമാനം തകർന്ന് 18 പേർ മരിച്ചു എന്നാണ് ആ വാർത്ത. നമ്മളത് കേട്ട് ഇന്ന് ഞെട്ടിയതാണ്. പൈലറ്റ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടമുണ്ടായത്. നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അപകടസ്ഥലം സന്ദർശിച്ചു. രാവിലെ 11:15 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പൊക്രയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് തകർന്നു വീണത്. ശൗര്യ എയർലൈൻസിന്റെ CRJ-7 വിമാനം പറന്നുയരുന്നതിനിടെ തകർന്നു വീണ തീപിടിച്ചു. 2 ജീവനക്കാരടക്കം 19 പേരാണ് അപകട സമയത്ത് വിമാനത്തിൽ ഉണ്ടായിരുന്നത്.
18 പേർ അപകടത്തിൽ മരിച്ചതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ സ്ഥിരീകരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. മരിച്ചവരിൽ ഒരു വിദേശ പൗരനും ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. അപകടത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും റിപ്പോർട്ട് തേടിയ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അപകട സ്ഥലം സന്ദർശിച്ചു. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 24 ഡൽഹി. നേപ്പാളിൽ ഇത്തരത്തിൽ വിമാന അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമാന അപകടങ്ങൾ അവിടെ തുടർക്കഥയാകുന്നത് പലപ്പോഴും അവിടെ ഈ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വിമാനങ്ങളിൽ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പലതവണയും ചെക്ക് ചെയ്യുക, അതൊന്നും അവിടെ കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആരോപണം ഇതിനു മുൻപും ഉയർന്നിട്ടുള്ളതാണ്. അതെ, മാത്രമല്ല അവിടുത്തെ ഒരു എനിക്ക് ടേബിൾ ടോപ്പ് എയർപോർട്ട്സ് ആണ് അവിടെ കൂടുതലുള്ളത്. ആ ഒരു മേഖല കൊണ്ട് തന്നെ അത്തരം എയർപോർട്ടുകൾക്ക് അല്ലെങ്കിൽ അവിടെ ലാൻഡിങ്ങിനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു സ്ഥിരീകരണമൊക്കെ വേണം. എന്തായാലും അത് അധികൃതർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇന്നലെ മുംബൈയിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. അതിന്റെ തുടർ വാർത്തയിലേക്കാണ്. മുംബൈയിൽ യുദ്ധക്കപ്പലിന് തീപിടിച്ചതിന് പിന്നാലെ കാണാതായ നാവികന്റെ മൃതദേഹം കണ്ടെത്തി. സീമാൻ സിതേന്ദ്ര സിംഗ് ആണ് മരിച്ചത്. കേടുപാടുണ്ടായ INS ബ്രഹ്മപുത്രയുടെ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. ഞായറാഴ്ചയാണ് മുംബൈ ഡോക്യാർഡിൽ നാവികസേനാ കപ്പലായ INS ബ്രഹ്മപുത്രയ്ക്ക് തീപിടിക്കുന്നത്. തീപിടുത്തത്തിനിടെ വെള്ളത്തിലേക്ക് എടുത്തുചാടിയ നാവികനാണ് ജീവൻ നഷ്ടമായത്. നീന്തി കരയിലേക്ക് എത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2 ദിനം നീണ്ട തെരച്ചിലിനൊടുവിലാണ് സിതേന്ദ്ര സിംഗിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തീപിടുത്തത്തെ തുടർന്ന് കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ്. ഇത് നേരെയാക്കാനുള്ള ശ്രമം ഇതുവരെ ബലം കണ്ടില്ല. കപ്പലിന് ഗുരുതര തകരാർ സംഭവിച്ചെന്നാണ് വിലയിരുത്തൽ. തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ തുടങ്ങാൻ നാവികസേനാ മേധാവി നിർദ്ദേശിച്ചു. ഇന്നലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി മുംബൈയിലെത്തി നേരിട്ട് വിവരശേഖരണം നടത്തിയിരുന്നു. അതേസമയം അറബിക്കടലിലൂടെ പോവുകയായിരുന്ന ഒരു ചൈനീസ് ചരക്ക് കപ്പലിലെ ജീവനക്കാരനെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് നാവികസേന ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്ന 51കാരൻ അപകടനില തരണം ചെയ്തു. 24 മുംബൈ. ഇനി നമുക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്കാണ് പോകേണ്ടത്. ഇന്നലെ വന്ന അല്ലെങ്കിൽ ഇന്നലത്തെ 3ാം മോദി സർക്കാരിൻ്റെ 1ാം ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിമർശനങ്ങളും പല രീതികളിൽ ഉയർന്നു വന്നിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ പേർ കേരളത്തെ അവഗണിച്ചു എന്നുള്ളതൊന്ന്. മറ്റൊന്ന് NDAയിലെ ഘടകകക്ഷികൾക്ക് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതലായി വാരിക്കുരി നൽകി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു. എന്തായാലും NDA ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ അവഗണിച്ചു എന്നാരോപിച്ച് പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യ മുന്നണി ഇന്ന് പ്രതിഷേധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. കേരളത്തിൽ നിന്നുള്ള LDF UDF MPമാർ സംയുക്തമായി പ്രതിഷേധിച്ചു. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ ആകില്ല എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചത്. റെയിൽ പദ്ധതികളോട് കേരള സർക്കാർ സഹകരിക്കുന്നില്ല എന്ന് റെയിൽവേ മന്ത്രി കുറ്റപ്പെടുത്തതും ശ്രദ്ധേയമായി. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം വിരമ്പിയ ദിനമായിരുന്നു ഇന്ന്. കേരളത്തെ ബഡ്ജറ്റിൽ അവഗണിച്ചു എന്നാരോപിച്ച് ഇടതു വലത് ഭേദമന്യേ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും ഫെഡറൽ തത്വം പാലിക്കാതെയാണ് ബഡ്ജറ്റ് എന്നാരോപിച്ച് രംഗത്തെത്തി. ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ചപ്പോൾ സഭയ്ക്കകത്തേക്കും പ്രതിഷേധം വ്യാപിച്ചു. ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് ബഡ്ജറ്റ് പ്രസംഗത്തിലില്ലെങ്കിൽ അതിനർത്ഥം ആ സംസ്ഥാനത്തെ അവഗണിച്ചു എന്നല്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ മറുപടി. If the speech does not mention the name of a particular state, does it mean that the schemes of the government of India, the programs of government of India? സംസ്ഥാനത്തോടുള്ള ബഡ്ജറ്റ് അവഗണനയിൽ പ്രതിഷേധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. ശബരിപാത സംബന്ധിച്ച വിഷയത്തിൽ സുപ്രധാന തീരുമാനം കേന്ദ്രം ഇന്ന് സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. അങ്കമാലി എരുമേലി പാതയ്ക്ക് പകരം ചെങ്ങന്നൂർ പമ്പാ പാത പരിഗണിക്കും. റെയിൽ പദ്ധതികളോട് സംസ്ഥാന സർക്കാർ ഉചിത സമീപനമല്ല സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി വിമർശിച്ചു. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനും ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷിയായി. ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി YSR കോൺഗ്രസ് പ്രവർത്തകരുടെ ജനാധിപത്യാവകാശവും ജീവിക്കാനുള്ള അധികാരവും കവരുന്നതായി ആരോപിച്ചായിരുന്നു സമരം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കാര്യമായി ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് ഇന്നലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ BJPയുടെ ഭാഗത്തു നിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ BJPയുടെ സംസ്ഥാന നേതാവ് K സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുമൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ യാതൊരു പരിഗണനയും ലഭിച്ചില്ല എന്ന പരാതിയുമായി ചില കർഷകർ കൂടി രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ റബ്ബർ കർഷകർ.
റബ്ബർ ബോർഡിന് 320 കോടി നീക്കി വച്ചിട്ടുണ്ടെങ്കിലും ഇത് കർഷകരിലേക്ക് എത്തുന്നില്ല. ഉൽപാദന ചെലവ് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരെങ്കിലും റബ്ബർ മേഖലയെ പരിഗണിക്കണം എന്നാണ് ഈ കർഷകരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം റബ്ബർ കർഷകർക്ക് കാര്യമായ പരിഗണന ലഭിക്കുമെന്ന തോന്നലുണ്ടാക്കിയിരുന്നു. എന്നാൽ പുതിയ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കാര്യമായ ഒരു പരിഗണനയും ഉണ്ടായില്ലെന്നാണ് റബ്ബർ കർഷകർ പറയുന്നത്. റബ്ബർ ബോർഡിന് 320 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ഇത് കർഷകരിലേക്ക് എത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും നിരാശയാണ്. ഞങ്ങൾ മിനിമം 300 രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു താരിഫ് സർക്കാർ അനൗൺസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. റബ്ബർ കർഷകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളും കേന്ദ്ര ബജറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല. കൂടാതെ ഞങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡികൾ, വളം സബ്സിഡികൾ, പ്ലാസ്റ്റിക് ഇടുന്ന റെയിൻ ഗാർഡിംഗ് ഇടുന്ന സിസ്റ്റത്തിനുള്ള സബ്സിഡികൾ ഇതെല്ലാം കൂട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതിനെപ്പറ്റിയൊന്നും കേന്ദ്ര ബജറ്റിൽ ഒരു കാര്യങ്ങളും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് തന്നെയാണ് കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ താങ്ങുവിലയടക്കം വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. ഇലക്ഷന്റെ സമയത്തൊക്കെ 250 രൂപയിലും താങ്ങുവില കിട്ടുമെന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണമൊക്കെ ഇവിടെ നടന്നത്. പക്ഷെ ആ രീതിയിൽ ഒരു ആനുകൂല്യവും ലഭിച്ചതായിട്ട് കാണുന്നില്ല. നിലവിൽ 200 രൂപയിലേക്ക് റബ്ബർ വില ഉയർന്നിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റം റബ്ബർ ഉൽപാദനത്തിന് തിരിച്ചടിയുമാണ്. ഇതിനിടയിലാണ് കേന്ദ്ര ബജറ്റും കർഷകരെ കൈയൊഴിഞ്ഞത്. പുതിയ സർക്കാർ കാര്യമായ പരിഗണന നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഒന്നും ലഭിച്ചില്ല. ഇനി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നൽകുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കർഷകർ. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. കൊല്ലം പുനലൂരിൽ വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇടിച്ച് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകളും കാറും ഭാഗികമായി തകർന്നു. അപകടത്തിൽ 2 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. AB ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, എത്രത്തോളം ഗുരുതരമാണ് ഇവരുടെ പരിക്ക്? എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് ഒരു 8:15 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത്. പുനലൂരിൽ ഈ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഒരു കടയിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു. ഈ അപകടത്തിൽ 6ഓളം ബൈക്കുകൾക്കും ഒരു കാറിനും ഒപ്പം തന്നെ ഈ വാഹനം ഇടിച്ച കടയുടെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 പേരാണ് നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവരുടെ തലയ്ക്കും കാലിനുമാണ് പരിക്ക്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഈ വാഹനത്തിന്റെ പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുന്നിക്കോട് പോലീസാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവറെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാൾ ഈ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ പരിക്ക് സംഭവിച്ച ആളുകളുടെ നില ഗുരുതരമല്ല, ഇവർ സുരക്ഷിതരാണ്. ഒപ്പം തന്നെ കുറച്ചധികം വാഹനങ്ങൾക്കും ഒരു കടയ്ക്കും കേടുപാടുണ്ടായി എന്നതാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ശരി, വിജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് നോക്കിയാൽ അത് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചലച്ചിത്ര നിർമ്മാതാവ് സജിമോഹൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് ഈ നടപടി. റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തടസ്സമില്ല എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 വർഷമായി പെട്ടിയിലിരിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനിരിക്കെയാണ് കോടതിയുടെ ഇടപെടൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൊതുതാൽപര്യമില്ലെന്നും വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ചലച്ചിത്ര നിർമ്മാതാവ് സജിമോൻ പാറയിൽ കോടതിയെ സമീപിച്ചത്. റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനെ അറിയിച്ചിരുന്നതായി ഹർജിക്കാരൻ വാദിച്ചു. റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹർജിയെ എതിർത്തു. റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ലെന്നും മറ്റാർക്കോ വേണ്ടി സംസാരിക്കുകയാണെന്നും വിവരാവകാശ കമ്മീഷൻ കുറ്റപ്പെടുത്തി. എന്നാൽ മറുപടി ആവശ്യപ്പെട്ട സർക്കാരിന് നോട്ടീസ് അയച്ച കോടതി റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുന്നത് ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. വ്യക്തികളെ ഹനിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന നിലപാട് മന്ത്രി സജി ചെറിയാൻ ആവർത്തിച്ചു. ഈ റിപ്പോർട്ടിനകത്ത് ചില ഭാഗങ്ങൾ, വളരെ ചെറിയ ഭാഗങ്ങൾ, ചില ആളുകൾ കൊടുത്ത മൊഴികൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികൾ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാ മനസ്സിലാക്കും. ആരെ പറ്റി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച് നാളെ നമ്മുടെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ആളുകളെ പറ്റി മോശത്തരം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമെന്ന നിലയിൽ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും അത് കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. മലയാള സിനിമയിലെ ചിലരുടെ ഭയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തടയാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലെന്ന് സംവിധായകൻ വിനയൻ ആരോപിച്ചു. 24 കൊച്ചി.
മറ്റൊരു റിപ്പോർട്ട് നോക്കാം. കെട്ടിട നിർമ്മാണ ശുഭവാർത്തയാണ്. ആണല്ലേ. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് കുറഞ്ഞത് 50% വരെ ഇളവ് ലഭിക്കുമെന്നാണ് വാർത്ത. കഴിഞ്ഞ ഏപ്രിൽ വർദ്ധിപ്പിച്ച നിരക്ക് CPM നിർദ്ദേശപ്രകാരമാണ് സർക്കാർ പുനഃപരിശോധിച്ചത്. അതെ, പുതുക്കിയ നിരക്ക് അടുത്ത മാസം 1-ാം തീയതി നിലവിൽ വരും. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് പെർമിറ്റ് ഫീസിൽ കുറഞ്ഞത് 50% ഇളവ് ലഭിക്കും വിധമാണ് പുതുക്കിയ നിരക്ക്. 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്ന് 25 രൂപയായി ഫീസ് കുറയും. മുനിസിപ്പാലിറ്റികളിൽ 70 രൂപയിൽ നിന്ന് 35 രൂപയായും കോർപ്പറേഷനിൽ 100 രൂപയിൽ നിന്ന് 40 രൂപയുമായാണ് പെർമിറ്റ് ഫീസ് കുറയുക. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്നതിൽ നിന്ന് 50 രൂപയായും മുനിസിപ്പാലിറ്റികളിൽ 120 നിന്ന് 60 രൂപയായും കോർപ്പറേഷനിൽ 150 നിന്ന് 70 രൂപയുമാകും. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ 150 നിന്ന് 100 രൂപയായി കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 200 നിന്ന് 150 ആകും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിൽ 58% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു. സ്ക്വയർ മീറ്ററിന് 7 രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ, 15 രൂപയാണ് നഗരസഭകളിലുണ്ടായിരുന്ന നിരക്ക്. ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ്. ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ്. 6-ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിരക്കുകൾ 25% വർദ്ധിപ്പിച്ചിരുന്നു. ഇത് തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ ഇളവ് പ്രഖ്യാപിക്കുന്നത്. പെർമിറ്റ് ഫീസ് വർധന പുനഃപരിശോധിക്കാൻ CPIM സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 1 വർഷത്തെ വസ്തുനികുതി ഏപ്രിൽ 30-നകം അടയ്ക്കുകയാണെങ്കിൽ 5% റിബേറ്റും സർക്കാർ പ്രഖ്യാപിച്ചു. 24 തിരുവനന്തപുരം. ഭീതി പരത്തി കാട്ടാനകൾ. സീതത്തോട്ടിൽ വീടിന്റെ ജനൽ ചില്ലുകൾ കാട്ടാനകൾ തകർത്തു. കല്ലേലിയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ടു. ഇടുക്കി മറയൂരിലും തൃശൂർ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലും കാട്ടാന ഇറങ്ങി. പത്തനംതിട്ട സീതത്തോട്ടിലിറങ്ങിയ കാട്ടാന വീടിന്റെ ജനൽ ചില്ല് തകർത്തു. വീട്ടുമുറ്റത്തെ തെങ്ങും വാഴയും നശിപ്പിച്ചു. വിവരമറിയിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പടക്കമെറിഞ്ഞും ശബ്ദമുണ്ടാക്കിയും വീട്ടുടമ തന്നെയാണ് ആനയെ തുരത്തിയത്. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ മണിക്കൂറുകളോളം കാട്ടാനകൾ തമ്പടിച്ചു. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോയ തൊഴിലാളികൾക്ക് മുമ്പിലാണ് കാട്ടാനകൾ എത്തിയത്. രണ്ട് കൊമ്പനും ഒരു കുട്ടിക്കൊമ്പനും അടങ്ങുന്ന സംഘമാണ് മറയൂരിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയത്. കാന്തല്ലൂർ മറയൂർ റോഡിലെത്തിയ കാട്ടാനകൾ നിർമ്മാണത്തിലിരുന്ന റിസോർട്ടിന്റെ ഗേറ്റ് തകർത്തു. കീഴാന്തൂർ LP സ്കൂളിന് സമീപത്തെ കൃഷിയും വ്യാപകമായി നശിപ്പിച്ചു. തൃശൂർ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത മുറിച്ചുകടന്ന കാട്ടാന പ്രദേശത്തെ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് 1 മണിക്കൂറോളം വീട്ടുവളപ്പിൽ തമ്പടിച്ചു. സുകുമാർ എന്നയാളുടെ വീട്ടുവളപ്പിലെ തെങ്ങും വാഴയും നശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ നമ്മുടെ ഇന്നത്തെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നാളെ വീണ്ടും 10:30 കാണാം. കൂടുതൽ ശുഭവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്. ബൈ.